പുഷ്പ 2 നല്ല അടിപൊളി പടമാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് ഇഷ്ടമാവും. ഫസ്റ്റ് പാർട്ടിൻ്റെ അതേ വൈബ് തന്നെയാണ് എനിക്കിതിൽ കിട്ടിയത്. ഇതിന് ഒരു എനർജി ഉണ്ട് ഈ ഒരു പടത്തിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ്. അതേപോലെ തന്നെ അതിൻ്റെ എല്ലാത്തിലും ഉപരി 3.5 മണിക്കൂറാണ് ഈ പടം. ഈ 3.5 മണിക്കൂറിന് ഈ സിനിമയുടെ റൺ ടൈം കണ്ടപ്പോഴേ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് എവിടെയെങ്കിലും ഈ സിനിമ ലാഗ് വരുന്നതാണ്. സാധാരണ ഇങ്ങനെ വലിയ റൺ ടൈം അടങ്ങുന്ന സിനിമകളൊക്കെ തന്നെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ പോകും, പിന്നെ സെക്കൻഡ് ഹാഫിലായിരിക്കും ഈ ലാഗ് സാധനങ്ങളൊക്കെ വരിക. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇതിലെവിടെയാണ് ലാഗ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറേ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ലാതെ തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. സ്ക്രീൻ പ്ലേ നന്നായിട്ട് തന്നെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്. ഒരു പക്ക കൊമേഴ്ഷ്യൽ പടത്തിൽ വേണ്ട ആ ഒരു സ്ട്രക്ചറിങ് ഉണ്ടല്ലോ, അത് അതേപടി തന്നെ ആ ഒരു ഫോർമുല നന്നായിട്ട് വർക്കായിട്ടുള്ളൊരു പടമാണ് പുഷ്പ 2 എന്ന് പറയാം. ഈ ഫോർമുല വർക്കാവാത്ത കുറേ സിനിമകൾ നമ്മൾ കാണാറുണ്ട്. ഈവൺ ഈ ഫോർമുല നമുക്ക് വെറുത്തിട്ടുള്ള കുറേ പടങ്ങളുണ്ട്. പക്ഷേ ഇതിൽ നന്നായിട്ട് തന്നെ അത് വർക്കായിട്ടുണ്ട്. അതിന് ആദ്യ പാട്ടിൽ ഇപ്പോൾ കുറേ ഫൈറ്റ് സീക്വൻസുകൾ, അതേപോലെ തന്നെ ഒരു 2-3 പാട്ടും സെക്കൻഡ് പാർട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലും അതേപോലെ തന്നെ 2-3 പാട്ടും ആക്ഷൻ സീക്വൻസുകളൊക്കെ വെച്ച് കഥ ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. സാധാരണ ഇതിലൊക്കെ ഈ പാട്ട് സീനുകളോ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുമ്പോൾ കഥയെ മൊത്തം ഡൈവേർട്ട് ചെയ്ത് കഥയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും സാധാരണ തെലുങ്ക് പടങ്ങളിൽ നടക്കാറ്. പക്ഷേ ഇതിലങ്ങനെയല്ല, കഥയായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്. ഈവൻ ഒരു സോങ് സിറ്റുവേഷൻ വരുമ്പോഴടക്കം അതിനെ ഡിഫൈൻ ചെയ്തും അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്തിട്ട് അതിന് മുമ്പ് വരുന്ന സീക്വൻസുകളൊക്കെ സെറ്റ് ചെയ്ത് ഒരു സ്ട്രക്ചറിങ് ഉണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാത്തിലും ഉപരി അല്ലു അർജുൻ്റെ ഒരു സ്വാഗ്, അതാണ് ഈ പടത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് പറയാം. ആള് ഫസ്റ്റ് പാർട്ടിൽ കണ്ടതിന് ഒരു 10 ടൈം അല്ലെങ്കിൽ 10x സ്വാഗ് ഇതിലുണ്ട്. അതൊരു അല്ലു അർജുൻ ഷോ ആണ് ഇതിൽ. ബാക്കി എല്ലാവരും നമ്മൾ മറന്നു. പടം കണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ പുഷ്പ 2 എന്നുള്ളത് ഒരു അല്ലു അർജുൻ പടമായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ രജിസ്റ്ററായി നിൽക്കുന്ന പോലെയാണ്. മറ്റേലൊക്കെ വേണമെങ്കിൽ മറ്റു ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ പുഷ്പ 1 വേണമെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് വന്നു പോകുന്നുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിലും ക്യാരക്ടേഴ്സിന് കുറവൊന്നുമില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടറിനെ രജിസ്റ്റർ ചെയ്ത് പുഷ്പ എന്നുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെയാണ് സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വരുമ്പോൾ തോന്നുക. ആ രീതിക്ക് അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടറിനെ സ്വാഗ് ചെയ്തിട്ടുണ്ട്. ഈവൻ വെറുതെ അല്ല, ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാതിരി ഈഗോ ഉണ്ടല്ലോ ഒരു ക്യാരക്ടറിൻ്റെ. അതും ഇപ്പോൾ ഫഹദിൻ്റെ അല്ലെങ്കിൽ ഫാഫയുടെ ക്യാരക്ടറായിട്ട് വരുന്ന ഇൻട്രാക്ഷൻസ് ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് സിനിമയിൽ വർക്കായിട്ടുണ്ട്. ഫാഫയുടെ ക്യാരക്ടർ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പടത്തിലില്ല. അതുവരെ അടിപൊളി ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറിന് ഒരു പ്രോപ്പർ കംപ്ലീഷൻ കൊടുക്കാത്ത പോലെ ചില സമയത്ത് ഫീൽ ചെയ്യും. ദെൻ ഈ സിനിമയ്ക്ക് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ആ ഒരു എൻ പഞ്ചാണ്. കാരണം സിനിമ ഒരു ക്ലൈമാക്സും കഴിഞ്ഞ് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട് തുടങ്ങിയത് അതേപോലെ തന്നെ ആ ഒരു ഇമോഷണൽ ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു സ്ലോ ബേണിൽ ഒരു സെക്കൻഡ് ഹാഫ് കൊണ്ട് നിർത്തി അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ക്ലോഷർ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിനെ ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗുമ്മ് കിട്ടാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. സെക്കൻഡ് പാർട്ടിന് ഒരു നല്ല ടെയിൽ എൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രോപ്പർ വില്ലൻ ഉണ്ട്, ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് നിർത്തിയതെങ്കിൽ സെക്കൻഡ് പാർട്ട് തേർഡിലേക്ക് നിർത്തുമ്പോൾ ആ ഒരു ഗുമ്മില്ല. പക്ഷേ ഈ സിനിമ ഒറ്റ സിനിമയായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ തേർഡ് പാർട്ട് ഒഴിച്ചു നിർത്തി ഈ ഒരു സെക്കൻഡ് പാർട്ട് മാത്രമായിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിനേക്കാളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കൂടിയ പടങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ തന്നെ. ആ ഒരു ബഡ്ജറ്റിൻ്റെ സ്കെയിലും ഈ ഒരു സിനിമയുടെ ആ ഒരു സ്കോപ്പും എല്ലാം തന്നെ വലുതായതുകൊണ്ട് സിനിമ നന്നായിട്ട് തന്നെ ഈവൻ ഞാനീ പറഞ്ഞ റൺ ടൈം 3.5 മണിക്കൂർ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നുമില്ല. എവിടെ എങ്ങനെ പോയാലും ലാഗ് വരും, ക്രിഞ്ച് വരും, നമുക്ക് ഫോൺ എടുക്കാൻ തോന്നിപ്പിക്കുന്ന സീക്വൻസുകൾ ഒരുപാട് വരും സാധാരണ ഇങ്ങനത്തുള്ള സിനിമകൾ. പക്ഷേ ഈ സിനിമയിൽ ഒരു സീൻ പോലും എനിക്ക് അനാവശ്യമായിട്ട് തോന്നിയില്ല. എല്ലാം അടിപൊളിയായിട്ട് സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു പക്ക കൊമേഴ്ഷ്യൽ പടം. ഈ സിനിമയ്ക്ക് ലോജിക്കോ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കണ കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം ഈ സിനിമ ഒരു കൊമേഴ്ഷ്യൽ പടമാണ്. അത് അതിൻ്റെ മൈൻഡോടെ വേണം പോകാൻ. അല്ലാതെ ഇപ്പോൾ കയ്യും കാലും കെട്ടിയിട്ടുള്ള നായകൻ്റെ അടിയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. സോ അതൊക്കെ വെറുതെ ഇരുന്നിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേണമെങ്കിൽ ഈ സിനിമയ്ക്ക് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. അങ്ങനത്തെ പടങ്ങൾ വേറെ ഉണ്ട് അലമ്പായിട്ട് ചെയ്യുന്ന. ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ദേവരൊക്കെ ഇതുപോലെ കുറച്ച് ഓവറാക്കി അലമ്പാക്കി കൊമേഴ്ഷ്യൽ സിനിമകളാണെന്ന് പറയും. പക്ഷേ പുഷ്പയുടെ കാര്യത്തിൽ കുറച്ച് ഓവറാണെങ്കിലും അത് അടിപൊളിയായിട്ട് അതിൻ്റെ ഫിലിം മേക്കിംഗ് ടെക്നിക്കും കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ക്ലൈമാക്സ് സീക്വൻസുകളൊക്കെ കുറേ ഗൂസ് ബംസ് എഫക്റ്റ് വരുന്ന രീതിയിലുള്ള കുറേ ഫൈറ്റ് സീക്വൻസുകളൊക്കെ തന്നെ സിനിമയിലുണ്ട്. സോ മൊത്തത്തിൽ നല്ലൊരു മാസ് ഫീൽഡ് ആയിട്ടുള്ള ഒരു സ്വാഗ് തരുന്നൊരു പടം. എൻ്റെ സിനിമയിൽ ആകെ വെറുപ്പിക്കാൻ പോകുന്നത് രശ്മിക ആയിരിക്കും എന്നൊരു മുൻധാരണ എനിക്കുണ്ടായിരുന്നു. അതേ ധാരണ ഇതിന് ഡയറക്ടർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വലിയ സീക്വൻസുകളോ അല്ലെങ്കിൽ അങ്ങനെ വെറുപ്പിക്കാനുള്ള ടൈം രശ്മിക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും കുറേ എല്ലാ ആസ്പെക്റ്റുകളും കൊണ്ടും എനിക്ക് സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു നല്ല കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഞാനിത് ഒരുപാട് ഓവറാക്കി ചളാക്കി കൊളാക്കുമെന്ന് വിചാരിച്ചൊരു പടമാണ്. കാരണം ഈ വർഷം നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള ഒരുപാട് എക്സ്പെക്റ്റേഷനുള്ള ഈവൻ ഫാൻ ഷോസൊക്കെ കണ്ട പടങ്ങളെല്ലാം തന്നെ അലമ്പാക്കി കൈ തന്ന പടങ്ങളായിരുന്നു. പക്ഷേ ഈ സിനിമ എന്തുകൊണ്ടോ എനിക്ക് നന്നായിട്ട് വർക്കായി. സോ ഒരു നല്ല കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതേ സ്വാഗുള്ള അതേ ഒരു ക്യാരക്ടറിൻ്റെ ബാക്കി കഥ പറയുന്ന
കുറച്ച് ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് എൻഗേജ് ചെയ്ത് പോകുന്ന ഒരു 3.5 മണിക്കൂർ നമുക്ക് ഫണ്ണായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു കൊമേഴ്ഷ്യൽ പടം. സോ തീർച്ചയായിട്ടും കണ്ടുപോക്കുക. പുഷ്പ 2 കണ്ടവരാണെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.